ഇന്നിപ്പോ എങ്ങോട്ട് ഇടത്തോട്ട് പോകണോ നമുക്ക് വലത്തോട്ട് പോകണോ? ചങ്ങനാശ്ശേരി പോകാം, അതല്ലേ നല്ലത്. ഒത്തിരി ദിവസമായില്ലേ ആ വഴി പോയിട്ട്. എന്നാ പിന്നെ അങ്ങോട്ട് ചങ്ങനാശ്ശേരി പോയി കറങ്ങി നീലമ്പേര് വരെ പോയിട്ട് വരാം അല്ലേ? ഏലിയമ്മയെ ഞാനും ഒന്നിച്ച് കൂടിയ കാലം മുതലേ യാത്രകൾ വലിയ താല്പര്യമുള്ളതാണ്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ജീവിക്കുമ്പോൾ നമ്മൾ ഭൂലോകം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മാങ്ങാനം ചെമ്പകശ്ശേരിയിൽ വീട്ടിലെ കുര്യൻ ജോർജും ഭാര്യ ഏലിയാമ്മയും ഇങ്ങനെയാണ്. എല്ലാ ദിവസവും എവിടേക്കെങ്കിലും ഒരു യാത്ര. അങ്ങനെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പലപ്പോഴായി യാത്ര ചെയ്തു. ഇനി വിദേശത്ത് പോയോന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ: ദുബായ്, ഷാർജ, സിംഗപ്പൂർ, മലേഷ്യ, ഇംഗ്ലണ്ട്, അയർലൻഡ്, അമേരിക്കയിൽ വാഷിംഗ്ടൺ, നയാഗ്ര, ഷിക്കാഗോ, ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, ചൈനയിലെ ബെയ്ജിങ്, മക്കാവു, ഹോങ്കോങ്, തായ്ലൻഡ്, എരുസലേം, പലസ്തീന്, ഈജിപ്റ്റ്, ഇസ്രായേൽ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, വത്തിക്കാൻ, റോം, സൗത്ത് ആഫ്രിക്ക, മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, വിയറ്റ്നാം, കംബോഡിയ, ബാങ്കോക്ക്, പട്ടയ, ശ്രീലങ്ക, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ദുബായിലൊക്കെ പോയ ഇതുണ്ടല്ലോ, ഈ ഡെസേർട്ട് റൈസ്, അതിനകത്ത് ക്യാമ്പുണ്ടല്ലോ, അതിനകത്ത് ഈ സായിപ്പന്മാരും എല്ലാവരും കൂടി കൂട്ട ഡാൻസ് ഉണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എനിക്ക് കിട്ടത്തില്ല, അവരോട് തന്നെ പോകും. 77ഉം 75ഉം വയസ്സുള്ള ദമ്പതികളുടെ 2 മക്കൾ കുടുംബസമേതം UK-യിലും US-ലുമാണ്. മക്കളെയും ബന്ധുക്കളെയും ഒക്കെ അറിയിക്കാതെയാണ് പലപ്പോഴും ദൂരയാത്ര. 2014-ൽ മഞ്ഞുവീഴ്ച കാരണം കാശ്മീരിൽ കുടുങ്ങിയതും ഇവർക്ക് മറക്കാനാകാത്തതാണ്. ആ കറക്റ്റ് ദിവസമാണ് മലേഷ്യൻ ഫ്ലൈറ്റ് കടലിൽ പോകുന്നത്. അപ്പം ഞങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, നാട്ടുകാർക്കും ഇല്ല, വീട്ടുകാർക്കും ഇല്ല. മക്കൾ അന്നേരം വിചാരിച്ചു, പപ്പായും മമ്മിയും അതിൽ പോയി. അവർ രണ്ടുപേരും ദുഃഖിതരായിട്ട് അങ്ങോട്ടേക്കൊണ്ട് ഫോൺ ചെയ്തിരിക്കുക, ഞങ്ങളെക്കുറിച്ച് വിവരമില്ല. തമാശയേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ. വീട്ടുകാർ മാത്രമല്ല, മക്കളുടെ കാര്യം പറയും, സ്വന്തക്കാരുടെ കാര്യം പറയും, സിനിമ പറയും, രാഷ്ട്രീയം പറയും. ഇപ്പം പിന്നെ സ്വർണ്ണക്കടത്തിൻ്റെ കള്ളൻ്റെ അതെപ്പോഴും പറഞ്ഞുകൊണ്ട് ആ പാട്ട് ഞങ്ങളിരുന്ന് പാടും. വിദേശയാത്രകൾ കഴിവതും ഒഴിവാക്കി രാജ്യമൊന്നാകെ വീണ്ടും കാണാനാണ് ദമ്പതികളുടെ തീരുമാനം. ഇന്ന് നാളെ പോകണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളങ്ങ് പോകും. ഒരാളോട് ഞങ്ങൾ കടമൊന്നും മേടിക്കുമല്ലോ വേണം, ഒരാളോടും ചോദിക്കാതെ ഞങ്ങളൊരു 10 ലക്ഷത്തിൻ്റെ ലോൺ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ 17കാരെ പോലെയാണ് എല്ലാം. എക്സൈസ് വകുപ്പിലായിരുന്നു കുര്യൻ ജോർജ്, ആരോഗ്യ വകുപ്പിലായിരുന്നു